കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയല്ലോ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് ധാരണ ദൈവമാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും അവിടെ നമ്മുടെ ഭാരങ്ങളെ ചുമക്കും. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ, അവിടുത്തെ മുമ്പാകെ സകല മുട്ടും മടങ്ങും. കൽവറിയിൽ യേശു തകർക്കപ്പെട്ടപ്പോൾ യഹൂദന്മാർ ഒന്നടങ്കം യേശുവിനെ ആക്ഷേപിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി. അതിനു മുമ്പ് നിരത്തിലൂടെ വലിച്ചിഴച്ചു, പരിഹസിച്ചു. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഓമനക്കുമാരനായവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി താഴ്ത്തി. നമുക്കറിയാം, എത്ര അടികൾ ശരീരത്തിലേറ്റപ്പോഴും തിരിച്ചു പ്രതികരിക്കാതെ, നിന്നയുടെ വാക്കുകൾ കൂരമ്പുകൾ പോലെ കുത്തിക്കയറിയപ്പോഴും അതിന് മറുപടി പറഞ്ഞ് തെളിയിക്കാൻ നിൽക്കാതെ താഴ്മയോടെ അത് സഹിച്ചറിയും. അവർ പറഞ്ഞ വെല്ലുവിളി അനേകരെ രക്ഷിച്ചോ. നീ തന്നെത്താൻ രക്ഷിക്കാൻ തയ്യാറാകാത്തതെന്താ? അവിടെയും യേശു മറുപടി പറഞ്ഞില്ല. അതുപോലെ സൗമ്യതയും താഴ്മയും സഹിഷ്ണുതയും ആ ക്രൂശീകരണത്തിൽ യേശു കാണിച്ചു കൊടുത്തു. യേശുവിൻ്റെ മരണത്തിന് ശേഷം ഭൂകമ്പങ്ങളുണ്ടായി. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. ഭൂമി ഇരുണ്ടുപോയി. 12 മണിയായപ്പോൾ ഇത് കണ്ടപ്പോൾ ശതാധിപൻ പറയുകയാണ്, ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു. സത്യം. കഴിഞ്ഞ മിനിറ്റ് വരെ നിന്ദയുടെയും ആക്ഷേപങ്ങളുടെയും പരിഹാസങ്ങളുടെയും വാക്കുകൾ വന്നെങ്കിൽ അടുത്ത നിമിഷം അതേയിടത്ത് മാറ്റിപ്പറപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ആശ്രയിക്കുക. അവിടെ കൊണ്ട് തീർന്നില്ല. 3-ാം ദിവസം യേശു മരണത്തെയും പാതാളത്തെയും കല്ലറകളെയും മുദ്രകളെയും ഒക്കെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന ശ്രേഷ്ഠനാമത്തിന് എൻ്റെ കർത്താവിനെ പിതാവായ ദൈവം യോഗ്യനാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ജീവിതത്തിലേൽക്കുന്ന ചില നിന്ദകളും അപമാനങ്ങളും തകർച്ചകളും ശൂന്യതകളും കണ്ട് ഭയപ്പെടരുത്. ഇപ്പുറത്ത് എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ മാന്യതയോടെ നിർത്താൻ, നമ്മൾ വാസ്തവമായി ദൈവത്തിൻ്റെ മക്കളാണെന്ന് വെളിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, ദൈവശക്തിക്ക് വേണ്ടി നിൽക്കുന്നവൻ ലോകത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് തെളിയിക്കുന്ന പ്രത്യേക നിമിഷങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് ഇന്ന് പകൽ സ്തോത്രം ചെയ്യുമെങ്കിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം നസറ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. 119-ാം സങ്കീർത്തനം 165-ാമത്തെ വാക്യം. 119-ാം സങ്കീർത്തനം 165.
നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇവിടെ ഭക്തൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, വചനത്തിൽ വിശ്വസിക്കുന്നവർ, നിൻ്റെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല എന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ജീവിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശക്തീകരിക്കുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിപ്പിക്കുന്ന വചനമാണ്, ശക്തി പകരുന്ന വചനമാണ്, ബലം കൽപ്പിക്കുന്ന വചനമാണ്, സൗഖ്യമാക്കുന്ന വചനമാണ്, അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങാത്ത വചനമാണ്. ഈ വചനം കർത്താവാണ്, അതിലുണ്ടായിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നു, വചനം കാക്കുന്നവർക്ക്, ന്യായപ്രമാണത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റേതായ ബഹുമാനവും പ്രാധാന്യവും കൊടുക്കുമെങ്കിൽ മഹാസമാധാനമുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ എവിടെയെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ തയ്യാറാകൂ. നമുക്കറിയാം, യേശു 40 ദിവസം മരുഭൂമിയിലായിരുന്നു. യേശുവിന് വിശന്നു, പിശാച് പരീക്ഷിക്കാൻ വന്നു. ഈ കല്ലിനോട് അപ്പമാകാൻ പറയാൻ പിശാച് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിന് 40 ദിവസം ഭക്ഷണമൊന്നും കിട്ടിയില്ല. അക്ഷരീകമായ വിശക്കുമായിരുന്നു, തളർന്നു പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ജീവിച്ചത് വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു പിശാചിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, മനുഷ്യൻ മാനുഷികമായ അപ്പം കൊണ്ട് മാത്രമല്ല, ഉയരത്തിലെ വചനത്തിൻ്റെ ശക്തിയാൽ അത് ജീവിപ്പിക്കുന്നതാണ്. അത് മാനുഷികമായ തളർച്ച വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ വചനം എന്നെ ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, സമാധാനം തിരിച്ചു വരണമോ, സ്വസ്ഥത വരണമോ, വചനം ആത്മാവിൽ ധ്യാനിക്കാൻ, അതായവർക്ക് ജീവിക്കാൻ, വചനത്തിന് പ്രാമുഖ്യം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന വലിയൊരു സമാധാനം. നോക്കൂ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം. വചനമെടുത്ത് ധ്യാനിക്കുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. വചനത്തിലൂടെ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയമായിരിക്കാം. വചനം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മുമ്പിൽ അടഞ്ഞ വാതിലായിരിക്കാം, പക്ഷെ വചനമെടുത്ത് ധ്യാനിക്കുമ്പോൾ വചനം വിളിച്ചു പറയും, ഞാൻ വാതിലാകുന്നു, ഞാൻ തുറന്നാൽ അതടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. സ്തോത്രം. സകല പ്രതീക്ഷകളും മുമ്പിൽ അസ്തമിക്കുമ്പോൾ വചനം വിളിച്ചു പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഡോക്ടേഴ്സ് തള്ളി കളയുമ്പോൾ, അനേക കുറിപ്പടികൾ കൊണ്ടിട്ട് സൗഖ്യമാകാതിരിക്കുമ്പോൾ വചനം വിളിച്ചു പറയുന്ന ശക്തമായൊരു പ്രഖ്യാപനമുണ്ട്. ഏറിയ വൈദ്യനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടും യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ശക്തി പുറപ്പെട്ട് അവൾ ആ 12 സംവത്സരമായ ബാധയിൽ നിന്ന് സ്വസ്ഥമായെങ്കിൽ, ശക്തി പുറപ്പെടുവിക്കുന്ന വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ മഹാസമാധാനം വെളിപ്പെടുത്തുന്ന വലിയൊരു ദൈവമഹത്വം ഇന്ന് പകൽ തൻ്റെ ജനത്തിനു വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുക. നോക്കൂ, വചനം ഉടനീളം പരിശോധിക്കുമ്പോൾ ഇനി ഒരു അത്ഭുതം നടക്കുമോ? പക്ഷെ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ പറയുന്നു, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകൾ തുറക്കാൻ തയ്യാറാകുമ്പോൾ ഹാഗറിനു വേണ്ടി സകല പ്രതീക്ഷയും അസ്തമിച്ച ഡെസേർട്ടിൽ വലിയ നീരുറവ തുറന്നതുപോലെ ഇന്ന് പകൽ തുറക്കുന്നത് വചനത്തിലൂടെ കാണാൻ കഴിയും. രോഗിയാണോ? വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ന്യായപ്രമാണത്തെ ആശ്രയിക്കുന്ന, പ്രിയം വെക്കുന്നവർക്ക് ഒരു മഹാസമാധാനമുണ്ട്. ഈ പകൽ വിശ്വസിക്കാമോ? അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. വീഴുവാൻ തുടങ്ങുമ്പോൾ വീണാലും നിലം പരിചാകാതെ പുരാതനായ ദൈവം സങ്കേതമായി കീഴേ ശാശ്വത ഭുജങ്ങളാൽ നമ്മളെ വഹിക്കുന്നു. ന്യായപ്രമാണത്തിൽ പ്രിയം വെച്ചാൽ വീഴാൻ ദൈവം അനുവദിക്കില്ല.
ഇന്ന് പകൽ വിശ്വസിക്കാമോ? വീഴ്ചകൾ വരാൻ സാധ്യതകളുള്ള ഈ കാലഘട്ടത്തിൽ നോക്കൂ, പിന്നിൽ നിന്ന് തള്ളിയിടാൻ നോക്കുമ്പോഴും ബലമുള്ള കൈകൊണ്ട് താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനത്തിന് വിളിച്ചു പറയാനുണ്ട്. ഈ പ്രഭാതത്തിൽ ഏത് വിഷയമാണ് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? എവിടെയാണ് തളരാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ഞാൻ നിന്നെ താങ്ങാം. വീഴ്ചയ്ക്ക് സംഗതിയില്ലാതെ ശക്തിയോടെ നടത്താൻ നോക്കൂ. വീഴാൻ പോയ ഏലിയാവിനെ, തളർന്നു പോയ ഏലിയാവിനെ താങ്ങിയ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വചനത്തിലൂടെ നിങ്ങളുടെ മേൽ വരിക. നിങ്ങൾ പറ്റില്ല എന്ന് പറയുന്ന ഇടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരിക. യേശുവിൻ്റെ നാമത്തിൽ വീഴ്ത്തിക്കളയാൻ നിൽക്കുന്ന സമൂഹത്തിൻ്റെ നടുവിലില്ല, പിശാചിൻ്റെ നടുവിൽ ധൈര്യത്തോടെ പറ, ഞാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവനാണ്. വചനത്തിൽ മുമ്പോട്ട് പോയാൽ, വചനത്തിൽ ആശ്രയിച്ചാൽ, വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വീഴത്തില്ല കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്യൂ. ഒരു വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ അകത്തേക്ക് വരിക. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. വചനം ഞങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, വചനം ഞങ്ങളുടെ അകത്ത് വരുമ്പോൾ, വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ജീവിക്കുന്നതിനാൽ, ഞങ്ങൾ നടക്കുന്നതിനാൽ, ഞങ്ങൾ ചലിക്കുന്നതിനാൽ മരുഭൂമിയിൽ വരുന്ന സകല പ്രതികൂലങ്ങളെയും പിശാചിൻ്റെ ആർഗ്യുമെൻസുകളെയും ജയിക്കുന്ന വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. തിരുമഹത്വം അതിൻ്റെ ശക്തിയോടെ, ബലത്തോടെ, നിയോഗത്തോടെ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുക. കർത്താവേ, വീഴ്ത്തിക്കളയാൻ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ നടുവിൽ ഞങ്ങളെ വീഴാതെ സൂക്ഷിച്ച് നിർത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇതുപോലെ രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മീയ വിടുതൽ വ്യാപരിക്കട്ടെ, അടഞ്ഞത് തുറക്കട്ടെ, ആത്മപകർച്ച വ്യാപരിക്കട്ടെ, ഞങ്ങൾ തലമുറ ആത്മാവിൽ ശക്തരാകട്ടെ. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ന്യായപ്രമാണത്തെ ആചരിക്കാൻ, അതിന് പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകൂ. ഒരു വലിയ മഹാസമാധാനം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്മിച്ചു.